ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഉദ്ഗ്രഥിതം എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട് അല്ലേ, നമ്മുടെ മലയാളത്തിന്റെ പാഠപുസ്തകമാണ്. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടത് ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ ഉദ്ഗ്രഥിതം എന്നാണ് നമ്മൾ ഇതിന് പറയാറുള്ളത്. ഉദ്ഗ്രഥനം എന്നും പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്നുള്ളൊരു ചോദ്യം ടീച്ചർ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. എൻ്റെ പേര് ശ്രുതി എന്നാണ്, മലയാളമാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ ഒരു പാഠം ഉണ്ടായിരുന്നല്ലോ. എന്താണ് അമ്മേ സ്വാതന്ത്ര്യം, പഠിച്ചിട്ടുണ്ടോ? അതിൽ നമ്മൾ നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതുപോലെ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ നെഹ്റുവിനെ കുറിച്ചും പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്കിതൊന്ന് നോക്കാം. ഗാന്ധിജി ആരാണ്? മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ഗാന്ധിജിയെ നമ്മൾ എന്ത് വിളിക്കും? ബാപ്പുജി അല്ലെങ്കിൽ ബാപ്പു എന്ന് വിളിക്കും. ബാപ്പുജി എന്നും ബാപ്പു എന്നും വിളിക്കും. ബാപ്പു എന്ന് പറഞ്ഞാൽ എന്താ? അച്ഛൻ എന്നൊക്കെയാണ് അർത്ഥം, പിതാവ്. അതുകൊണ്ട് തന്നെ നമ്മൾ അദ്ദേഹത്തെ എന്ത് വിളിക്കാറുണ്ട്? ഇന്ത്യയുടെ രാഷ്ട്രപിതാവ്. അപ്പൊ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഗാന്ധിജിയാണ്. ഗാന്ധിജി ഒന്ന് നോക്കിയേ, ഈ ചിത്രം തന്നിട്ട് ഇതാരാണ് എന്ന് ചോദിച്ചാൽ എഴുതണം കേട്ടോ, ഗാന്ധിജി എന്ന് എഴുതണം. ദാ ഈ ചിത്രം ശരിക്കൊന്ന് നോക്കിയേ, കണ്ണടയൊക്കെ വെച്ചിട്ട് മൊട്ടത്തലയൊക്കെ ആയിട്ട് അല്ലേ, തോളിൽ ഒറ്റ മുണ്ടൊക്കെ ഇട്ട് ഒരു ഗാന്ധിജി അപ്പൂപ്പൻ. ബാപ്പു എന്നാൽ എന്താണ് അർത്ഥം? അച്ഛൻ. അപ്പോൾ ഇദ്ദേഹം ജനിച്ച ദിവസം നമ്മൾ എന്തായിട്ടാണ് പറയുന്നത്? ഇദ്ദേഹം ജനിച്ചത് ഗാന്ധി ജയന്തി ഒക്ടോബർ 2. ഇവിടെ ആരെങ്കിലും ഒക്ടോബർ 2 ജനിച്ചിട്ടുണ്ടോ? ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. അപ്പോൾ ഗാന്ധിജിയുടെ ജന്മദിനമാണ് ഒക്ടോബർ 2. ഇനി ഗാന്ധിജി മരിച്ച ദിവസമില്ലേ, ഗാന്ധിജി മരിച്ചത് വർഷമൊന്നും നിങ്ങൾ പഠിക്കേണ്ട, ഈ ദിവസം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പോ ഗാന്ധിജി മരിച്ചത് ജനുവരി 30. അത് നമ്മൾ രക്തസാക്ഷി ദിനം എന്നാണ് അറിയപ്പെടുന്നത്. ഗാന്ധിജി മരിച്ച ദിവസം രക്തസാക്ഷി ദിനം എന്നാണ് അറിയപ്പെടുന്നത്. മക്കളെ, ഇതുപോലെ നമുക്ക് നെഹ്റുവിനെ ഒന്ന് പഠിച്ചാലോ. ഇതാരാണ്? തൊപ്പിയൊക്കെ വെച്ചിട്ട് ആരാണ്? ആ ജവഹർലാൽ നെഹ്റു ആണ് അല്ലേ. ഹു ഇസ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രഥമ പ്രധാനമന്ത്രി ആരാണ്? ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇദ്ദേഹത്തിന് കുട്ടികളെല്ലാം വലിയ ഇഷ്ടമാണ് കേട്ടോ, കുട്ടികളോട് വലിയ സ്നേഹമാണ്. അതുപോലെ കുട്ടികൾ ഇദ്ദേഹത്തെ ചാച്ചാജി എന്നൊക്കെയാണ് വിളിക്കുക. അപ്പോൾ കുട്ടികളെ ഇഷ്ടമാണ്, ചാച്ചാജി എന്ന് വിളിക്കുന്നു. ഇദ്ദേഹത്തിന്റെ ജന്മദിനം നമ്മൾ ശിശുദിനമായിട്ട് ആഘോഷിക്കാറുണ്ട്. നവംബർ 14 ശിശുദിനം. എപ്പോഴാണ് ശിശുദിനം? നവംബർ 14 കേട്ടോ. അപ്പോൾ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ഈ ചിത്രം തന്നിട്ട് ഇതാരാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ നെഹ്റു എന്ന് എഴുതണം, അല്ലെങ്കിൽ ചാച്ചാജി എന്ന് എഴുതിയാലും മതി. ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ജവഹർലാൽ നെഹ്റു എന്നാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ജന്മദിനമാണ്, പിറന്നാളാണ് നമ്മൾ എന്തായിട്ട് ആഘോഷിക്കുന്നത്? പിറന്ന ദിവസം, ജനിച്ച ദിവസമാണ് നമ്മൾ ശിശുദിനമായിട്ട് ആഘോഷിക്കുന്നത്. നമ്മൾ ഒരുപാട് ആഘോഷങ്ങൾ, ഇപ്പോൾ മിഠായി കിട്ടും, അതുപോലെ പായസമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ സ്കൂളിലൊക്കെ അല്ലേ. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ പോക്കറ്റിൽ, ഇവിടെ ഒരു പോക്കറ്റിൽ റോസാപ്പൂവൊക്കെ ഉണ്ടാവും. റോസാപ്പൂവൊക്കെ വെച്ചിട്ടാണ് ഇദ്ദേഹത്തെ നമ്മൾ മുഴുവനായിട്ടും കാണാറ്. അപ്പൊ കുട്ടികളെ വലിയ ഇഷ്ടമുള്ള നമ്മുടെ ജവഹർലാൽ നെഹ്റുവിനെ നമ്മൾ ചാച്ചാജി എന്ന് വിളിക്കും. കുട്ടികളുടെ ഇഷ്ടം കൂടി ആയതുകൊണ്ട്, കുട്ടികളോടുള്ള ഇഷ്ടം കൂടി ആയതുകൊണ്ടാണ് നവംബർ 14 നമ്മൾ ശിശുദിനമായിട്ട് ആഘോഷിക്കുന്നത്. അപ്പൊ എല്ലാവരും ഇത് പരീക്ഷയ്ക്ക് വന്നാലും ഉത്തരം എഴുതില്ലേ? പരീക്ഷയ്ക്ക് വന്നാലും ഇല്ലെങ്കിലും ഇവരെ പറ്റിയൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പൊ മറ്റൊരു ചോദ്യമായിട്ട് ടീച്ചർ വീണ്ടും വരാം. ഇതുവരേക്കും ബൈ.